ഹായ് ഗൈസ്, വിലായത്ത് ബുദ്ധ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് വന്ന് കയറി. ഇന്ന് പല യൂട്യൂബ് ചാനലും പല ആളുകളുടെ പേഴ്സണൽ റിവ്യൂസൊക്കെ ഇടയും കുറച്ച് വീഡിയോസ് കണ്ടിരുന്നു ഈ പടത്തിനെ പറ്റി മോശമായിട്ട്, ഭയങ്കരമായിട്ട് എന്താ പറയുക, വൺ ടൈം പോലും വാച്ചബിളില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവായിട്ട് ഭയങ്കര താറടിച്ച് സംസാരിക്കുന്ന രീതിയിൽ പടത്തിനെ പറ്റിയാണ്. എനിക്ക് ഇവരോട് ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ. പടം എന്ന് ഇറങ്ങിയിട്ടുള്ളൂ, നിങ്ങൾ ആരെങ്കിലും അത് പോയി പടം കാണാം. പടം ഇഷ്ടപ്പെടാതിരിക്കുക, അത് ഓരോരുത്തരുടെ ചോയ്സാണ്, ഓരോരുത്തരുടെ ടേസ്റ്റാണ്. പക്ഷേ ഒരാൾ ഇത്രയും എഫേർട്ട് ഇട്ട് ഒരു പടം ചെയ്യാൻ തുടങ്ങി ഒരുപാട് പേരുടെ സ്വപ്നവും ഒരുപാട് പേരുടെ കഠിനാധ്വാനത്തിന് പിന്നിലാണ് ഒരു പടം ഉണ്ടാകുന്നത്. മനസ്സിലായി? അത് ഒരു ആൾ വന്നിരുന്നിട്ട് ഒരു ക്യാമറ ഓണാക്കി വെച്ചുകൊണ്ട് അതിനെ ഇരുന്ന് അങ്ങോട്ട് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ട് ഒരുപാട് ഓഡിയൻസ് കാണാതെ ഇരിക്കാനും അത് ഏറ്റുപിടിച്ച് കമൻറ്റ്സ് പറയാനും നിങ്ങൾ ആദ്യം പോയി പടം കാണും. ആ പറയുന്ന വ്യക്തി ചിലപ്പോൾ ആ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിരിക്കും പറയുന്നത്. പല ഡിഗ്രി റീഡിങ്ങും പടത്തെ പറ്റി കിടക്കുന്നുണ്ട്. പക്ഷേ ഷമ്മി തിലകൻ്റെയൊക്കെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കരിയർ ബെസ്റ്റ് പെർഫോമൻസാണ്, സീൻ പെർഫോമൻസാണ്. ജെയ്ക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സിനിമാറ്റോഗ്രഫി ഒക്കെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഐ എം എ ഫിലിം ഹോളിക്. എങ്കിൽ പോലും നമ്മളൊരു പടം ആദ്യം പോയി കാണുക. ചില സീൻസൊക്കെ ഉണ്ട്, ഇപ്പോൾ വണ്ടിപ്രാന്തന്മാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ചില സീൻസുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് നല്ല സീക്വൻസുകളുണ്ട്. അല്ലാതെ ഒരു ആവറേജ് പോലും ഇല്ലാന്നൊക്കെ പറഞ്ഞ് തരം താഴ്ത്തി പടത്തിനെ പറ്റി സംസാരിക്കുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ കാണാട്ടെ, അതാണ് ഞാൻ എൻ്റെ വീഡിയോ അപ്പോൾ തന്നെ ചെയ്യാമെന്ന് വെച്ചാൽ കയ്യോടെ. സോ നിങ്ങളൊരു പടം വിമർശിക്കുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ആ പടം ഒന്ന് പോയി കാണാം. മേ ബി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം. ഇപ്പോൾ ജീപ്പൊക്കെ വെച്ചിട്ടുള്ള കുറച്ചധികം പരിപാടികൾ, കുറച്ച് സീക്വൻസ് ഉണ്ടാവും. ചിലതിൽ നമുക്ക് ഗ്രാഫിക്സ് തോന്നുമെങ്കിലും ബട്ട് റിയലിസ്റ്റിക് ആയിട്ട് തന്നെ സാധനം എടുത്ത് വെച്ച്. വിലായത്ത് ബുദ്ധ ചിലപ്പോൾ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആയിരിക്കില്ല, ബട്ട് മൈൻ എൻ്റെ ആയിരുന്നു. അതുപോലെ ചിലവർക്ക് ഈ പറഞ്ഞ പോലെ ആ പടത്തിൻ്റെ ഓവറോൾ ഒരു എസ്തെറ്റിക് അല്ലെങ്കിൽ ആ ഒരു സാധനം ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. ബട്ട് ഫോർ മീ എനിക്ക് വർക്കായി. പിന്നെ ഞാൻ പറഞ്ഞ ഈ പടത്തിൻ്റെ എന്നല്ല, ടോട്ടലി നമ്മൾ ഏത് പടം ഇറങ്ങുമ്പോഴാണെങ്കിലും നമ്മൾ ഒരു റിവ്യൂവറെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾ മൂവീനെ വിലയിരുത്തരുത്. മൂവി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ആണ്. അല്ലാതെ ചില ആളുകൾ പടത്തിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കറിയില്ല ആരൊക്കെയാണ്. സോ എനിക്ക് ഭയങ്കര ഒരു താറടിച്ച് നെഗറ്റീവ് പറഞ്ഞ് അല്ലെങ്കിൽ ഡൗൺ ആക്കി പറഞ്ഞ അത്രയും എനിക്ക് പടം കണ്ടപ്പോൾ എനിക്ക് ഫീൽ ആയി. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട പടം. ഞാൻ ചിലപ്പോൾ രണ്ടാം തവണ ഒന്നും കൂടി പോയി ചിലപ്പോൾ പടം കാണും. ഓവറോൾ എല്ലാവരും അവരുടെ പരിപാടികളൊക്കെ നൈസായിട്ട് നീറ്റായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ഇമോഷൻസും കാര്യങ്ങളും. ഞാനിത് ഇടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ സ്വപ്നമാണ്, ഒരുപാട് പേരുടെ പ്രതീക്ഷയാണ്. അപ്പോൾ ഈ വെറുതെ എന്തെങ്കിലും ആൾക്കാർ ഒരു പടത്തിനെ പറ്റി താറടിച്ച് നെഗറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ ആസ് എ ഫിലിമോളിക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചർ നമ്മൾ സിനിമയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കത് അത്രയും നമുക്ക് ഡൈജസ്റ്റ് ആവില്ല. ഓക്കെ, പടം ഓക്കെ, നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടായിക പറയലോ.